Okay, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. Morning. എന്താണ് വിഷുവൊക്കെ ആഘോഷിച്ചിരിക്കുകയാണോ എല്ലാവരും? എന്തോ ആഘോഷിച്ചപ്പോ കഴിഞ്ഞു അല്ലെ? വിശ്വാസങ്ങളൊന്നും പറയാൻ പറ്റിയില്ല നമുക്ക്. ഓക്കെ, കണിയൊക്കെ വെച്ചു എല്ലാവരും? മാമിന് എങ്ങനെയുണ്ട് വിഷു? അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇനി സാറ്റർഡേ തുടങ്ങി പ്രോഗ്രാംസ് ആയതുകൊണ്ട് ആ ഒരു ഓളത്തിലായിരുന്നല്ലോ. കോൺവോക്കേഷന്റെ പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. കണ്ടിരുന്നോ നിങ്ങളെ വീഡിയോസ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. എല്ലാവരും ഇപ്പൊ എവിടെയാണ്? സ്വന്തം വീട്ടിലാണ്. വീട്ടിലാണ്. സന്തോഷം. എന്നിട്ട് ഇന്നലെ എന്തായിരുന്നു സ്പെഷ്യല്? എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായി. കുട്ടികൾ കുറവാണല്ലേ? എല്ലാരും കേറിയിട്ടില്ല. ഞങ്ങളൊന്നും ക്ലാസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച. യെസ്. പ്രേയർ ആരാണ്? പ്രേയർ. പ്രേയർ. ആരെങ്കിലും ഒന്ന് പാടൂ. പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പാടൂ കേട്ടോ. കേൾക്കുന്നില്ലേ? ഞാൻ പാടമ്മ. പഠിക്കും. സൃഷ്ടാവാം ദൈവമേ സത്യസ്തേനാദേന ചൈതന്യമേ പുണ്യം വഴിയും കാരുണ്യരശ്മികൾ എന്നെന്നും എന്റെയും വാക്കും പ്രവൃത്തിയും തെറ്റാതെ അമ്പതായിക്ക് മനോരമാക്കി തേജസ്സിൽ നിത്യം വസിച്ചു വന്ന ദിവ്യ ജ്യോതിസിൻ നേർവഴി കാട്ടണം.
സർവചരാചര സൃഷ്ടാവാം ദൈവമേ പത്യസ്തനാദന ചൈതന്യമേ പുണ്യം വഴിയും നീ കാരുണ്യരശ്മികൾ എന്നെന്നും ഞങ്ങൾ തൂകണം നീ. താങ്ക് യു മാം. Okay. Next thought of the day. ആരും പ്രിപ്പയർഡ് അല്ലല്ലോ. ഇതിൽ അറിയാവുന്ന ഒരു തോട്ട് പറയട്ടോ. ഞാൻ പറയാം മാഡം. Hello everyone, good morning all. Today's thought: mistake increases your experience and experience decreases your mistakes. If you learn from your mistakes, then others learn from your success. I repeat my thought: mistake increases your experience and experience decreases your mistakes. If you learn from your mistake, then others learn from your success. തെറ്റ് നിങ്ങളുടെ അനുഭവം വർദ്ധിപ്പിക്കും, അനുഭവം നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കും. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് പഠിക്കും. ബൈ APJ അബ്ദുൽ കലാം. താങ്ക് യു. സൈനിനും ആരും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? സൈനിന് ഞാനാണ് മാം. ഉണ്ടോ? യെസ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും വിഷു നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഇന്നത്തെ ക്ലാസ് സൈൻ ഇൻ ചെയ്യാൻ ഒരു ആക്ഷൻ സോങ്ങോട് കൂടി സൈൻ ചെയ്യാം. I love my mommy, I love my mommy, I love my mommy, yes I do. My mommy loves me, my mommy loves me, my mommy loves me, yes it's true. I love my mommy, I love my mommy, I love my mommy, yes I do. My mommy loves me, my mommy loves me, my mommy loves me, yes it's true. When I am happy, when I am sad, when I am angry, when I'm scared, my mommy loves me, my mommy loves me, my mommy's love never ends. Thank you all. Welcome Adra Miss and welcome all of you to the Adra Miss class. Okay, thank you. Yes. Okay, അപ്പൊ എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ച ആ ഒരു ക്ഷീണത്തിലൊക്കെ ഇരിക്കുവായിരിക്കും അല്ലെ? മടിയുണ്ടോ ക്ലാസ്സിൽ നിന്ന് ഇരിക്കാൻ? ചെറുതായിട്ട് കുറച്ചല്ല, നല്ലോണം ഉണ്ടാവും അല്ലേ? ഒന്നും വെച്ചില്ലായിരുന്നു, കുറച്ചുകൂടി സുഖമായിരുന്നു എന്റെ ക്ലാസ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വിഷുക്കാലം കൂടി കഴിഞ്ഞു അല്ലെ? പെട്ടെന്ന് പോയത് വിഷു എന്ന് പറഞ്ഞിരുന്നു. വിഷു അങ്ങനെ പെട്ടെന്ന് പോയി. നന്നായിരുന്നു, നല്ല ഓർമ്മകൾ മാത്രമായിട്ടാണ് ഈ വിഷു പോയത്. കൈനീട്ടമൊക്കെ കിട്ടിയാ നിങ്ങൾക്ക്? കിട്ടി, സന്തോഷം. വിഷു നന്നായിരുന്നല്ലോ, നന്നായിട്ട് ആഘോഷിച്ചു. എല്ലാ സദ്യ ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി, പടക്കം പൊട്ടിച്ചു, കണി വെച്ചു. അതൊക്കെയാണല്ലോ സ്പെഷ്യലായിട്ട്. നല്ലൊരു കൃഷ്ണനെ വാങ്ങിച്ചു. കുറെ കൃഷ്ണൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു വിഷു വരുമ്പോ പുതിയ കൃഷ്ണൻ വേണം. അതായത് കൃഷ്ണനെ വാങ്ങിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏറ്റവും നല്ല ഫേസ് അല്ലെങ്കിൽ നല്ല ചിരി, നല്ല ഐശ്വര്യമുള്ള ഫേസ് കിട്ടാൻ നമുക്ക് ഭയങ്കര പണിയാണ്. തേടി പിടിച്ച് കിട്ടി ലാസ്റ്റ്. അപ്പൊ എനിക്ക് രാത്രിയായി കിട്ടിയപ്പോ പിന്നെന്താണ്, നല്ല ഭംഗിയായിട്ട് കണിയൊക്കെ വെക്കാൻ പറ്റി. കണിക്കൊന്ന പൊട്ടിക്കാൻ പോയി, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്താണ് നിങ്ങളുടെ വിശേഷം? എന്താണ് വിഷു ആയിട്ട്? പറയൂ, മടിഞ്ഞിങ്ങനെ ഇരിക്കില്ലേ? വിഷുവിന്റെ വിശേഷം ചോദിച്ചിട്ട് പറയുന്നില്ല. അപ്പൊ ഞാൻ പടക്കം പൊട്ടിച്ചു. ഓക്കെ,
നമ്മളിവിടെ ഒരു ടീച്ചറിന്റെ കുട്ടിക്ക് പടക്കം പൊട്ടിച്ച്, പടക്കം അല്ലടാ, നമ്മുടെ ടോർച്ച് പോലത്തെ ഒരു സാധനമില്ലേ നീളമുള്ളത്, പക്ഷെ മോൻ പൊട്ടിച്ചപ്പോ ചെറിയ കുട്ടിയാ, അത് അതിന്റെ മരുന്ന് വരുന്ന ഭാഗം കണ്ടില്ല, അപ്പൊ അത് നേരെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് കത്തിച്ചു. ഏത് പൊസിഷനാന്ന് മനസ്സിലായത് പെട്ടെന്ന്. ഒരു 50% പൊള്ളിയിട്ടുണ്ട്, വയറ്റിലേക്ക് നന്നായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. ഹോസ്പിറ്റലാണ് രാജ്യം ചെയ്തത്. ഇന്നലെ രാത്രി പറ്റിയതാ. അതൊക്കെ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പടക്കം പൊട്ടിക്കുമ്പോ ഒച്ച കേൾക്കാൻ വലിയ ഒച്ച പേടിയാ ടീച്ചറെ. ഇപ്പോഴത്തെ പടക്കങ്ങളെ പേടിക്കണം. പ്രത്യേക തരത്തിലാണ് പൊട്ടിത്തെറിക്കുന്നത്. പഴയ പോലെ ഒന്നല്ല. കമ്പിത്തിരി ആയാലും അതെ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാനായിട്ട്. എന്നിട്ട് കണി കണ്ടോ രാവിലെ? വെളുപ്പിനാ? എപ്പോഴാ കണ്ടത്? വെളുപ്പിന് 4 മണി, 3:50-55 ആയപ്പോ. ഓക്കെ. നിങ്ങൾ തലേ ദിവസം ഒരുക്കി വെച്ചിട്ടല്ലേ പിറ്റേ ദിവസം കാണുന്നത് കണി, അങ്ങനെയല്ലേ? എന്നിട്ട് എന്ത് പ്രാർത്ഥിച്ചു കണ്ടപ്പോ? ഈ വർഷം നന്നായി തരണേ, നല്ലത് മാത്രം സംഭവിക്കണം. എല്ലാ വർഷവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ള ഒരു വർഷം ആയിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് യൂണിറ്റ് 4 തുടങ്ങാം. കുറച്ച് കുട്ടികളുള്ളൂ, ഇപ്പൊ എടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് തുടങ്ങി വെക്കാം. യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വൈജ്ഞാനിക വികാസം. എന്താണ് വൈജ്ഞാനിക വികാസം? എവിടെയാണ് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്? എവിടെയാണ്? കൊഗിൻ എന്ന് പറയുന്നത് എന്താ? കൊഗിൻ അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണേ. യെസ്, നമുക്ക് നോക്കാം. യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. Yes. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity of focus their eyes on interesting objects in their environment. The event follow the movement of objects with their eyes. When children hear the word elephant, the mental picture most children get is of giant animal with a long trunk and big ears. They learn about all things they see around them. They continuously manipulate, experiment, try out, explore, discover, and learn about objects and people surrounding them. Okay. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം ഒരു കുട്ടിയില് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ കപ്പാസിറ്റി എപ്പോഴാണ് ഉടലെടുക്കുന്നത്? എങ്ങനെയാണ് പറയുന്നത്? The capacity of the child to integrate her reflex action according to stimulus is the beginning of cognitive development. എന്താണ് പറയുന്നത്? എന്താണ് ഇപ്പൊ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സ്റ്റിമുലസ് ഉത്തേജനം എന്ന് പറയും അല്ലെ? നമ്മളുടെ ബിഹേവിയറിൽ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. യെസ്, അതാണ് എന്ത് പറയുന്നത്? ഉത്തേജനം അഥവാ സ്റ്റിമുലസ് എന്ന് പറയും. അതായത് ഒരു കുട്ടി, എക്സാമ്പിൾ പറയാൻ ടീച്ചർ, ഒരു കുഞ്ഞ് ഒരു തീ കാണുന്നു, അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയിലെ ഒരു നാളം കാണുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യും? ചെറിയ കുട്ടി അല്ലെ? ചെറിയ കുട്ടി എന്ത് ചെയ്യും? അത് എന്ത് ചെയ്ത് നോക്കും? തൊട്ട് നോക്കും അല്ലെ? തൊട്ട് നോക്കുന്ന സമയത്ത് കുഞ്ഞിന് എന്ത് സംഭവിക്കും? യെസ്, പൊള്ളുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യും? പൊള്ളിയത് കുട്ടിക്ക് അറിയാൻ പറ്റും. കുട്ടി ഉടനടി എന്ത് ചെയ്യും? കൈ പിന്നിലേക്ക് വലിക്കണം അല്ലെ? കൈ പിന്നിലേക്ക് വലിക്കുന്നതാണ് എന്ത്? സ്റ്റിമുലസ്. ഒരു
ബോഡിയിൽ എന്താണ് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു. അപ്പൊ കുട്ടി എന്ത് കൈ പിൻവലിച്ചു അല്ലെ. അപ്പൊ അതെന്താണ് അവിടെ റിഫ്ലക്സ് പ്രവർത്തനം. അപ്പൊ കൈ പിൻവലിക്കുന്നതാണ് എന്ത് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെ. അതിന് തിരിച്ചറിയാൻ സാധിച്ചു. ഇപ്പൊ ബോഡിയിൽ ഉണ്ടായ ഒരു ചേഞ്ച് കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മളുടെ ശരിക്കും ഇത്രയും പറയാൻ എന്താണ് ആ ഒരു ഫീലിങ്സ് എന്താന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ സ്റ്റിമുലസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് വൈജ്ഞാനിക വികാസത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ഒരു കുട്ടിയിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റിമുലസ് റിഫ്ലക്ഷൻ പ്രവർത്തനത്തിലൂടെയാണ്. നമ്മളുടെ ശരീരത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ഫീൽ ചെയ്യാൻ സാധിക്കുന്നു, റിഫ്ലക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ആ ഒരു എക്സാമ്പിൾ തീ കാണുമ്പോൾ കുഞ്ഞും കൈ പിൻവലിക്കുന്നതൊന്ന് ജസ്റ്റ് സ്റ്റിമുലസിന്റെ എക്സാമ്പിൾ ആയിട്ടൊന്ന് എഴുതി വെച്ചോളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഇറ്റ് represent the process of learning and adjusting to the environment. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ സ്റ്റിമുലസ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടി ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലെ. അതിൽ നിന്ന് അതായത് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു പൊള്ളിയതിനു ശേഷം എന്താണ് കുറച്ചു നേരം ചിലപ്പോൾ കുഞ്ഞ് പൊള്ളിക്കഴിഞ്ഞ് പൊള്ളിന്ന് റിഫ്ലക്ട് കുഞ്ഞ് തിരിച്ചറിഞ്ഞു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് അത് മാറി, അതിനോട് അഡ്ജസ്റ്റഡ് ആയി. കുട്ടിക്ക് മനസ്സിലായി ഇനി എന്താണ് പൊള്ളുന്ന ഒരു സാധനമാണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവും. ആര്യ മ്യൂട്ട് ചെയ്യണേ. ആര്യ ഓക്കെ. എന്താണ് it represent the process of learning and adjusting to the environment. Okay, then and around 6 months of age, around 6 months age എന്ന് പറഞ്ഞാൽ എന്താണ് ഏകദേശം ഒരു ഏത് സമയമാണ് 6 മാസം പ്രായമുള്ള ഒരു ഏജിലാണ്. ഓക്കെ, 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ. അല്ലെങ്കിൽ നമുക്കറിയാം ആ ഒരു പീരീഡ് എങ്ങനെയാണ് കുട്ടികളെന്ന് അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു സമയത്തുള്ള ഒരു മെയിൻ കപ്പാസിറ്റി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് children achieve the capacity to focus their eyes on interesting object in their environment. 6 months ആവുന്ന ടൈമില് കുട്ടികൾ എന്ത് കപ്പാസിറ്റിയാണ് വർദ്ധിക്കുന്നത്? Children achieve the capacity to focus their eyes on interesting objects in their environment. എന്താ പറയുന്നത്? കണ്ണുകൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതിലേക്ക് എൻവയോൺമെന്റിൽ ഇൻട്രസ്റ്റിംഗ് ഒബ്ജക്ട്സിലേക്ക്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുമ്പോ എന്താ പറയാ, കുഞ്ഞുങ്ങള് ഇപ്പൊ ഫാൻ കറങ്ങുന്നത് അല്ലെ, അവർ വളരെ കൗതുകത്തോടുകൂടി നോക്കുന്നുണ്ടിട്ടില്ല. നമ്മൾ വെറുതെ ചിരിക്കും, അതിനോട് സംസാരിക്കുന്ന പോലെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടിട്ടില്ല കുട്ടികളെ. ഫാൻ ചില സമയം ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കരയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഫാൻ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സുകൾ ഇപ്പൊ ഷെൽഫിൽ വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു പാവയോ എന്തെങ്കിലും ഒരു രൂപം, എന്തെങ്കിലും ഒരു പിക്ചർ ആയിക്കോട്ടെ, പക്ഷെ അതിനെ നോക്കി കുഞ്ഞിങ്ങനെ ഒരുപാട് ചിലപ്പോൾ നല്ലൊരു ഡ്രോയിങ്സ് ആയിരിക്കും, അപ്പൊ പല കളേഴ്സ് ഉണ്ടായിരിക്കും. കുഞ്ഞിനത് കാണുമ്പോൾ അവർക്ക് എന്താണ് തോന്നുന്നത് നമുക്കറിയില്ല അല്ലെ. അവരൊരു എന്താണ് അവർക്ക് അതിനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു, ദെൻ അതിനെ നോക്കി ചിരിക്കുന്നു. ചില കുട്ടികൾ എന്താണ് ചിലപ്പോ ചില പിക്ചേഴ്സ് കാണുമ്പോൾ പേടിക്കും, ചില പിക്ചേഴ്സ് കുഞ്ഞുങ്ങൾക്ക് പേടിയായിരിക്കും. പക്ഷെ അതർ ടൈം എന്താണ് അതേ നോക്കിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങള് ഫാൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫാൻ നോക്കി ഇങ്ങനെ കറങ്ങുന്നത് നോക്കി നോക്കി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട്. ഓക്കെ. അപ്പൊ അവർക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതൊക്കെ എപ്പോഴാണ് ഈ വൈജ്ഞാനിക വികാസം കുട്ടികളിൽ ഉണ്ടാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഓരോ കാര്യത്തിനും തിരിച്ചറിയുന്നതിനും അതിൽ ഫീൽ ചെയ്യുന്നതിനും അതിലേക്ക് എന്താണ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് ആരംഭിക്കുന്നത് വൈജ്ഞാനിക വികാസത്തിന്റെ തുടക്കത്തിലാണ് കേട്ടോ. യെസ്. ഇനിയിപ്പോ 6 മാസം പ്രായമുള്ള കുട്ടികൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടോ ഇപ്പൊ കയ്യില് ആ ഒരു ഏജൊക്കെ ഉള്ള? ഇല്ല, വലുതായി അല്ലെ? Then even follow the movement of the object with their eyes. When children hear for elephant, the mental picture most children get of giant animal with a long trunk and big ears. Even follow the movement of the object with their eyes. എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ. ഇനി അതിനനുസരിച്ചിട്ട് അതിനെന്താണ് അവരുടെ കണ്ണുകള് എതിലേക്ക് മൂവ് ചെയ്യിക്കുന്നുണ്ട് അവര്?
ആ ഒരു സാധനത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ സാധനത്തിൽ പല രീതിയിൽ അവർ ഫോക്കസ് ചെയ്ത് നോക്കും അല്ലെ, പല രീതിയിൽ കണ്ണോടിച്ച് നോക്കും. അതൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ എന്താണ്, കുട്ടി അത് എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അല്ലെ. എന്താണ് അതിലൊരു ക്യൂരിയോസിറ്റി വെച്ചിട്ടാണ് കുഞ്ഞ് നോക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അവന്റെ കണ്ണുകൾ കൊണ്ടാണ് അവൻ ആ ചിത്രം ഇപ്പൊ ഒരു ഫാൻ എത്രത്തോളം ഉണ്ട്, ആ ഫാൻ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞ് നോക്കുന്നത് അവന്റെ കണ്ണുകൾ വെച്ചിട്ട്, കണ്ണുകളുടെ മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് കുഞ്ഞ് അവിടെ കിടന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്. ഇനി ഇപ്പൊ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരുവിധം എന്താണ്, ഈ കുഞ്ഞുങ്ങളെ പാവകൾ അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏത് സമയത്താണോ, ഏത് ഏജ് ആവുമ്പോഴാണ് ഇപ്പൊ പാവ, ബോള്, ആന, പൂച്ച ഇതൊക്കെ തിരിച്ചറിയുന്ന എപ്പോഴാണ്? 1 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് 1 ഇയർ ആവണമെന്നുണ്ടോ? ആണോ? 10 months ഒക്കെ 9 months. 10 months 9 ഞാൻ പറഞ്ഞ 10 മാസമൊക്കെ ചില കുട്ടികൾ കുറച്ചുകൂടി കാലിബർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് കുറെയൊക്കെ ക്യാച്ച് ചെയ്യും അല്ലെ. പറയുന്ന കാര്യമല്ല, അത് നമ്മള് ട്രെയിൻ ചെയ്യുന്ന അനുസരിച്ച് കുട്ടികൾ റിയാക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കുറെ പാരന്റ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ചിലപ്പോൾ ശരിക്കും സംസാരിക്കുന്നത് പോലെ എങ്ങനെയാണ് കുട്ടികളെ നമ്മള് പറയുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യും. നമ്മുടെ വോയിസ് മൂവ്മെന്റ്സ് എങ്ങനെയാണ്, മോഡുലേഷൻ എങ്ങനെയാണ്, അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് അതേപോലെ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. ഏകദേശം ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 11 ആ ഒരു മന്ത് ആവുമ്പോഴേക്കും മിക്ക കുട്ടികൾ ആനേനെ മനസ്സിലാക്കും അല്ലെ. അപ്പൊ ആനേനെ കുട്ടികൾ ഇപ്പൊ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, അമ്പലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ടിവിയിലായിക്കോട്ടെ മറ്റു പിക്ചേഴ്സിലായിക്കോട്ടെ ആനേനെ കണ്ടിട്ടുണ്ടാവും. നമ്മള് പിന്നീട് ഇപ്പൊ ആന ആ ഒരു പരിസരത്ത് ഒന്നുമില്ല, അല്ലെങ്കിൽ ആനയുടെ പിക്ചർ ഒന്നുമില്ല എന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് when children hear the word elephant, ആന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്ത് രൂപപ്പെടുന്നുണ്ട്? അതിന്റെ ഒരു മെന്റൽ പിക്ചർ. അതായത് ആനയെ കുഞ്ഞ് കണ്ടിട്ടുണ്ട് അല്ലെ, ആന എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ. കുട്ടിയുടെ മനസ്സിൽ അത് രൂപപ്പെടുന്നുണ്ട് അല്ലെ. മെന്റൽ പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ രൂപപ്പെട്ടില്ലേ ആന എന്ന് പറഞ്ഞപ്പോ? അതുപോലെ കുഞ്ഞിന്റെ മനസ്സിൽ രൂപപ്പെടുന്ന പിക്ചർ എന്താണ്? ആന വലിയ മൃഗമാണ് അല്ലെ, ജയന്റ് അനിമൽ. പിന്നെന്താണ്? വിത്ത് ലോങ് ട്രാക്സ് ഓഫ് ബിഗ് ഇയേഴ്സ്. ആനയുടെ തുമ്പിക്കൈ, ചെവിയൊക്കെ ആ രൂപം കുഞ്ഞിന്റെ മനസ്സിൽ രൂപപ്പെടുന്നു. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ രൂപപ്പെടുന്നത്? അവിടെ വൈജ്ഞാനിക വികാസം കുട്ടിയില് സംഭവിക്കുന്നുണ്ട് ഓരോ പീരീഡ് ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്. റീജയ്ക്ക് ഒന്ന് പേജ് നമ്പർ പറഞ്ഞു കൊടുക്കാവോ? 50 ആണ്. 50. ലേറ്റ് ആയി പോയിക്കാണ്, അതുകൊണ്ടാണ്. എന്താണ് റീജ? അത് ഞാൻ അടുത്ത വീട്ടില് പാമ്പ്, അപ്പൊ അതിന് നോക്കാൻ പോയി. അതിന് തല്ലിക്കൊന്നും എല്ലാം സെറ്റ് ആക്കി, അതുകൊണ്ട് ലേറ്റ് ആയി പോയതാ. സോറി. ഓക്കെ ശരി. യെസ്, അപ്പൊ കുട്ടിക്ക് ആന എന്ന് പറയുമ്പോൾ എന്താണ്? ആനയുടെ മെന്റൽ പിക്ചർ കുഞ്ഞിന്റെ മനസ്സിൽ വരുന്നു. യെസ്, അതുപോലെ തന്നെ ഏത് പിക്ചർ ആയിക്കോട്ടെ അറിയാവുന്ന ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ആ മനസ്സില് ഒരു മെന്റൽ പിക്ചർ രൂപപ്പെടുന്നു. മെന്റൽ ഇമാജസ്. They learn about all things they see around them. They continuously manipulate, experiment, try out, explore, discover and learn about objects and people surrounding them. അപ്പൊ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് വൈജ്ഞാന വികാസം സംഭവിക്കുന്നത്? ഇങ്ങനെയാണ്. They learn about all things they see around them. കുട്ടികൾ എന്ത് കണ്ടിട്ടാണ് ആദ്യം മനസ്സിലാക്കുന്നത്? എവിടെ നിന്നാണ് കുട്ടികൾക്ക് ആദ്യം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടുന്നത്, പഠിക്കാൻ അവസരം കിട്ടുന്നത്? ഇവിടെ നിന്നാണ്? ഫാമിലി അല്ലേ? എന്താണ് അല്ലേ? പല തിങ്സിനെ കുറിച്ചിട്ടും കുഞ്ഞ് ലേൺ ചെയ്യുന്നത്. ഇപ്പൊ കുഞ്ഞൊരു മുറിയിൽ കിടക്കുകയാണെങ്കിൽ ആ മുറിയിലുള്ള എല്ലാ ഒബ്ജക്ട്സും കുഞ്ഞ് വാച്ച് ചെയ്യുന്നുണ്ടാവും. എല്ലാ ഒബ്ജക്ട്സ്, ഇപ്പൊ ഫാൻ അല്ല ബാക്കി എന്തും ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് വയ്ക്കുന്നത് കണ്ണുകൊണ്ട് അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, കണ്ണുകൊണ്ട് അത് അനലൈസ് ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ കണ്ണുകളുടെ മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. വൈജ്ഞാനിക വികാസം കുട്ടികളിൽ നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂസ്ലി മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മാനിപ്പുലേറ്റ്.
ആർജിക്കുക എന്നൊക്കെ ഒരു മീനിങ് ഉണ്ടോ മാം? എന്താണ്? സ്വീകരിക്കുക, ഉൾക്കൊള്ളുക, അങ്ങനെയൊക്കെ. ഗ്രാസ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മള്. യെസ് ഗ്രാസ്പ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പീരിമെന്റ് അല്ലെ, എക്സ്പീരിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദെൻ ട്രൈ ഔട്ട് യെസ് ട്രൈ ഔട്ട് ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു. എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകടിപ്പിക്കുകയാണോ? യെസ് പ്രകടിപ്പിക്കുന്നു. Then discover and learn about objects and people surrounding them. കുട്ടികള് നമ്മുടെ തന്റെ ചുറ്റുപാടിൽ നിന്നുള്ള പല സാധനങ്ങളോടും അല്ലെങ്കിൽ എന്താണ് അത് ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ വീണ്ടും വീണ്ടും അതെന്താണെന്ന് കണ്ടെത്താനായിട്ട്. അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, ഡിസ്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കവർ കണ്ടുപിടിക്കുക, പുതിയതായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക. അത് മാത്രമല്ല, ലേൺ അബൌട്ട് ഒബ്ജക്ട്സ് ആൻഡ് പീപ്പിൾ സറൗണ്ടിങ് ദം. ഇപ്പൊ ഒബ്ജക്ട്സിൽ മാത്രമുള്ള കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പൊ പിന്നെ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ആൾക്കാർ അല്ലെ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവൻ ചുറ്റും കാണുന്ന ആളുകളിൽ നിന്നും പല കാര്യങ്ങള് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കപ്പാസിറ്റികൾ സംഭവിക്കുന്നത് ഏതൊരു സമയത്താണ്? കുട്ടിയിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ്. വൈജ്ഞാനിക വികാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങള്? മാം ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. ഞാനായിരുന്നു ഇന്ന് പ്രെയർ. എനിക്ക് കയറാൻ പറ്റാതെ വന്നു. എന്റെ ഹസ്ബൻഡിന്റെ അമ്മ. ഓക്കെ മാം, ഞാൻ നാളെ ചൊല്ലിക്കോളാം. ഓക്കെ. അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യോ? നിങ്ങൾക്ക് ലീഡർ ഒന്നുമില്ല ക്ലാസ്സില്? ഉണ്ടോ? ഓരോ വീക്കും ഓരോ കോർഡിനേറ്റർ ഉണ്ട് മാം. ഓരോ കോർഡിനേറ്റർ ഉണ്ടോ? യെസ്. ഇൻ കേസ് ആരെങ്കിലും ഇല്ലാത്ത പക്ഷം നിങ്ങൾ എപ്പോഴും അപ്പൊ ഒരു കോട്ടോ പ്രെയറോ ഒക്കെ എപ്പോഴും വെച്ച് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അവസരം വരുമ്പോ നമുക്കത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അങ്ങനെ ക്ലാസ്സിൽ പ്രെയർ അവതരിപ്പിക്കാനൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. യെസ്. As cognitive development proceeds and children's thinking ability, their vocabulary also increase to include comparative terms such as big, small, tall, short. They also include, ഞാൻ വായിക്കണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചേ. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. ഞാൻ വായിക്കാം മാം. As cognitive development proceeds and children's thinking ability, their vocabulary also increases to include comparative terms such as big, small, tall, short. They also include spatial. They also include spatial terms. Spatial terms such as above and below, near and far in their speech. The language children use clearly reflects the level of their cognitive development. Children in the 3 to 6 year age group talk and understand about things that they touch, see, or experience through their senses. Or experience through their senses. They cannot understand or talk about abstract things such as honesty. Okay, yes. അപ്പൊ വൈജ്ഞാനിക വികാസത്തിന്റെ ഘട്ടത്തിലാണ് കുട്ടികളിൽ പലതരത്തിലുള്ള തിങ്കിങ് എബിലിറ്റീസ് അല്ലെങ്കിൽ ചിന്താശേഷികൾ രൂപപ്പെടുന്നത്. As a cognitive development proceeds, the children's thinking ability, that അതുപോലെ തന്നെ എന്താണ്, their vocabulary also increase. എന്താണ് vocabulary? അല്ലെ, പദാവലി വർദ്ധിക്കുന്നു. കുട്ടികളുടെ പദാവലി വർദ്ധിക്കുന്നു. So increase to include comparative terms. അപ്പൊ ഈ vocabulary വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ്, കുട്ടികളെ കമ്പാരിറ്റീവ് ടേംസുകൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് കമ്പാരിറ്റീവ് ടേംസ് എന്ന് പറയുന്നത്. such as big, small, tall, short. അല്ലെ, ചെറുത്, വലുത്, അങ്ങനെ താരതമ്യം ചെയ്ത് പറയാനായിട്ട് കുട്ടികള് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികള് അങ്ങനെ ബിഗ് എന്താണ്, സ്മോൾ ഏതാണ്, ടോൾ ഏതാണ്, ഷോർട്ട് ഏതാണെന്നൊക്കെയുള്ള കമ്പാരിറ്റീവ് ടേംസുകൾ കുട്ടികള് പഠിക്കുന്നു. ഏതൊരു ഘട്ടത്തിലാണ്?
കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് കുട്ടികൾ സംഭവിക്കുമ്പോൾ വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇതെല്ലാം നടക്കുന്നത് കേട്ടോ. വൈജ്ഞാനിക വികാസം ശരിക്കും എവിടെയാണ് നടക്കുന്നത്? ഏതൊരു അവയവത്തിലാണ് നടക്കുന്നത്? എന്താണ് ആര്യ? അതാണ് അവയവം. ബ്രെയിനിലാണ്. ബ്രെയിൻ ഡെവലപ്മെന്റ്സ് ആണ് അല്ലെ? ഓക്കെ. ഇന്റലക്ച്വൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആണ് അല്ലെ? ബ്രെയിനിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ. അപ്പൊ കുട്ടികളെ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്താ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനായിട്ടൊക്കെ ആരംഭിക്കുന്നത് അല്ലെ? എബിലിറ്റി ടു തിങ്കിങ് ആൻഡ് their vocabulary also increase. Then to include comparative terms ഏതൊക്കെയാണ്? such as big, small, tall, short. അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. കമ്പാരിറ്റീവ് ടേംസ് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Okay. They also include spatial terms such as above and below, near and far in their speech. They also include spatial terms such as എന്തൊക്കെയാണ് spatial terms എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? spatial terms above, below, മുകളിൽ, താഴെ, അടുത്ത്, അകലെ, behind. കുട്ടികൾ എന്താണ് ഈ ഒരു ടൈമില് അല്ലെ, പ്രത്യേകിച്ച് ബിഗും സ്മോളും ടോളും ഷോർട്ടും കമ്പാരിറ്റീവ് ടേംസും പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് കുട്ടികളെ എന്ത് മനസ്സിലാക്കുന്നു? പാവം മുകളിലിരിക്കുന്ന സമയത്ത് അത് മുകളിലാണ്, അത് മനസ്സിലാക്കിയാണ് അല്ലെ, പാവമാണ്. അത് താഴെ വീണ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ ദൂരെയാണ് അമ്മ അടുത്താണെന്നുള്ളത് കുഞ്ഞിന് ആ ഒരു ടേംസുകൾ അല്ലെ സ്പീച്ചിൽ വരുന്നു. എന്റെ അമ്മ അവിടെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ കുഞ്ഞ് മനസ്സിലാക്കുകയാണ് അമ്മ ദൂരെയാണ്, എന്റെ കുട്ടിക്ക് മനസ്സിലാവണം അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊരു സമയത്താണ് നടക്കുന്നത്? വൈജ്ഞാനിക വികാസത്തിലാണ് അത്തരത്തിലെ കുട്ടികള് സ്പേഷ്യൽ ടേംസ് തന്റെ സ്പീച്ചിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. സ്പേഷ്യൽ ടേംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ ഉദാഹരണം തന്നെ എന്താണ്? എബവ്, ബിലോ, നിയർ, ഫാർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് എങ്ങനെയുള്ള ഒരു ടേംസ് ആണത്? സൂചിപ്പിക്കുന്ന എന്താണ്? സ്ഥലങ്ങളെയൊക്കെ സൂചിപ്പിച്ചിട്ട് പറയുന്നത്. സ്ഥലങ്ങളെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ ഫാർ എന്നൊക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫാർ അല്ലെങ്കിൽ നിയർ എന്നൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങള്? എപ്പോഴായിരിക്കാം? ദൂരെയുള്ള ഒബ്ജക്ട്സിനെയൊക്കെ പറയുമ്പോൾ ദൂരെയുള്ള ഒബ്ജക്ട്സ്, പ്രത്യേകിച്ച് ഒരു ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അവന്റെ ഫാമിലി മെമ്പർ, പ്രത്യേകിച്ച് അച്ഛനും അമ്മ അല്ലെങ്കിൽ സിബ്ലിങ്സ്, അത്രയും പേരെ കുട്ടികൾ ആ ഒരു ടൈമില് എന്താണ് സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കുന്നത്. അവരെ വെച്ചിട്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മളിവിടെ ഒരു 3 സ്റ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടില്ല. അതിലൊരു സ്റ്റേജ് മാത്രം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ 4 സ്റ്റേജ് അതിൽ വരുന്നുണ്ട്. 4 സ്റ്റേജും ടീച്ചർ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളൊരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ആ 4 സ്റ്റേജ് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പം ആ തിയറി അത് പഠിപ്പിക്കും. വേറൊരു ക്ലാസ്സിലായിരിക്കും ഇത് പഠിപ്പിക്കും. സമയം ഉണ്ടെങ്കിൽ ഇന്ന് പഠിപ്പിക്കും, അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ അത് എടുക്കുന്നതായിരിക്കും കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി പിയാഷെ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ബയോളജിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിരിക്കും നമ്മൾ പഠിക്കുക. ഇതിൽ ഒരു സ്റ്റേജ് ഇവിടെ പറയുന്നുള്ളൂ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റേജ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ നിങ്ങളൊരു ടീച്ചർ എന്ന നിലയിൽ ആ ഒരു സ്റ്റേജ് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ട എന്ന് എന്റെ ഒരു സ്വയം അഭിപ്രായത്തിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന് ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് വേറെ ഒരു അവസരം വരുന്നില്ല പിന്നീട് പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ സൈക്കോളജി ഒക്കെ എടുത്ത് സെപ്പറേറ്റ് പഠിക്കുന്ന സമയത്തിൽ തിയറി പഠിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞു തരുന്നത് ഉപകാരപ്പെടുമെന്നാണെന്നുള്ള രീതിയിൽ എല്ലാ ക്ലാസ്സിലും കൊടുക്കാറുണ്ട് കേട്ടോ.
അതുകൊണ്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കാറ്. യെസ്, അപ്പൊ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ടീച്ചർ. ഓക്കെ, ഈ കമ്പാരിറ്റീവ് ടേംസ് എന്ന് പറഞ്ഞാൽ അർത്ഥം വൈജ്ഞാനിക വികാസം, ബുദ്ധിപരമായ വികാസം, മെമ്മറിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെമ്മറിയിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അതിലേക്കാണ് നമ്മൾ അത് ഏത് കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് സമയത്താണ്? ഏർലി സ്റ്റേജിലാണ് അല്ലെ? ഏർലി സ്റ്റേജ് അറൌണ്ട് 6 months, അല്ലെ 6 months മുമ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് ഇവിടെ 6 months തുടങ്ങിയുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. യെസ്, ഒരു കുട്ടി എന്തിനെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അവനിൽ എന്ത് ശരീരത്തിൽ ഉണ്ടാവും എന്തൊക്കെ മാറ്റങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? കണക്റ്റഡ് ടു നമ്മുടെ എന്താണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇവിടെയാണോ ഇരിക്കുന്നത്, ഇവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാ ഇരിക്കുന്നത്? തലയിലായിരിക്കുന്നു. ബ്രെയിനിലാണ് ഇരിക്കുന്നത് അല്ലെ? എല്ലാവരും ഇവിടെ പറയുന്നത് മനസ്സിന് വേദനിപ്പിച്ചു എന്ന് പറയും അല്ലെ? പക്ഷെ ഇവിടെ എന്താ ഇരിക്കുന്നത് നമ്മുടെ? പക്ഷെ ഇവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് വരുന്നത് അല്ലെ? അതറിയില്ല ആർക്കും. എനിക്കൊരു സിനിമയിൽ തിലകം പറയില്ല, അതിന് കിഡ്നി വേണം എന്ന് പറയില്ല. കിഡ്നി എവിടെയാണ് ഇരിക്കുന്നത്? ആണോ? കിഡ്നി എവിടെ ഇരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കില്ല ടീച്ചറെ. കിഡ്നി എവിടെയാണ്? ഏകദേശം ഒരു ഭാഗം പറയാവോ? കിഡ്നി എവിടെയായിരിക്കും? വയറിന്റെ ഭാഗം. അപ്പൊ സ്പെഷ്യൽ ടേംസ് എന്തിനാണ്? സ്ഥലബന്ധിതമായ കാര്യങ്ങളെയാണ് നമ്മള് സ്പേഷ്യൽ ടേംസ് എന്ന രീതിയിൽ പറയുന്നത് കേട്ടോ. സ്ഥലബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത അകലെ എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു വേർഡ്സ് ആണ് എന്താ സ്പേഷ്യൽ എന്ന് പറയുന്നത്. The language children use clearly reflects the level of their cognitive development. The language children use clearly reflects the level of cognitive development. കുട്ടിയിലെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന ടൈമിലാണ്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ക്ലിയർ ആവുന്നത്? ഭാഷ അല്ലെ? ലാംഗ്വേജ്. കുട്ടികൾക്ക് സംസാരശേഷികൾ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളത് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടിയിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സമയത്താണ് കുട്ടികളുടെ ലാംഗ്വേജസ് ക്ലിയർ ആയിട്ട് വരുന്നത് അല്ലെ? പറഞ്ഞ് പദാവലി വൊക്കാബുലറീസും കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയുന്നതൊക്കെ ഏതൊരു സമയത്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ മ്യൂട്ട് ചെയ്യണേ. The language children use clearly reflects the level of their cognitive development. Children in 3 to 6 year age group talk and understand about things that they touch, see, hear or experience through their senses. Children in the 3 to 6 years. 3 to 6 years കുട്ടികളില് എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? Talk and understand about things. എന്താ പറയുന്നത്? സംസാരിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സംസാരിച്ചു തുടങ്ങുന്നതും പിന്നെന്താണ്? കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ്? ടച്ച്, കണ്ടും കേട്ടും സ്പർശിച്ചിട്ടൊക്കെ. എക്സ്പീരിയൻസ് ത്രൂ ദെയർ സെൻസസ്. കുട്ടികൾ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്, ടച്ച് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? ഏത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ബോഡിയിലെ ഇൻഫർമേഷൻ സിസ്റ്റമാണ് എന്താ? സെൻസസ്, സെൻസ് ഓർഗൻസ്. ഏതൊക്കെയാണ് നമ്മുടെ 5 സെൻസസ്? യെസ്, വെരി ഗുഡ്. അപ്പൊ ഏകദേശം ഒരു 3 to 6 yearsലെ കുട്ടികള്
ഏജ് ഗ്രൂപ്പിലുള്ള കാറ്റഗറീസ് എന്താണ് സംസാരിക്കുന്നതും അതുപോലെ തന്നെ തിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും പിന്നെ എന്താണ് അവർ ടച്ച് ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അവർ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നത്. They cannot understand or talk about abstract things such as honesty. ഇനി ഈ ഒരു സമയത്ത് ഇല്ലാത്തൊരു കാര്യം എന്താ പറയുന്നത്? They cannot understand or talk about abstract things such as honesty. എന്താണ് ഈ ഒരു സമയത്ത് 3 to 6 ഇയേഴ്സിലെ കുട്ടികൾക്ക് അബ്സ്ട്രാക്ട് തിങ്സും ഹോണസ്റ്റി എന്നുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാല് യുക്തിപരമായിട്ട് ചിന്തിക്കുക അല്ലെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കാര്യത്തെ കുറ്റി എന്താണ് അമൂർത്തമായിട്ട് ചിന്തിക്കുന്നത് അല്ലെ, അതിനെ കുറിച്ച് അർത്ഥം അറിഞ്ഞൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ 3 to 6 ഇയേഴ്സിലെ കുട്ടിക്ക്? പറ്റോ? 6 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴേക്കും പറ്റില്ലേ മാം? ഒരു 3 to 4, 5 ഒക്കെ പോട്ടെ. നിൽക്കും ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് അത്യാവശ്യം കാര്യം മനസ്സിലാവും. സംസാരിക്കാൻ പറ്റില്ല, ഇതിന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന പോലുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള വർക്കുകൾ ഉപയോഗിച്ച് അതിനവർക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ഇല്ല അത് പറ്റില്ല. അവർ ചിന്തിക്കുമായിരിക്കും, പക്ഷെ അവർക്ക് അതിന് സംസാരിക്കും. ഇപ്പൊ ഓണസ്റ്റി, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് വളരെ എന്താ പറയുന്നത്, അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പക്വതയോടെയൊക്കെ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ആ ഒരു സമയത്ത് കുട്ടികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് വളരെ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ക്യൂട്ടായിട്ട് അവർ പറയും, പക്ഷെ എന്താണ് അവിടെ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങളുടേതായ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അല്ലെ. അവർക്ക് അമൂർത്തമായിട്ട് ചിന്തിക്കാനോ അത്തരത്തിലുള്ള വാക്കുകൾ പറയാനുള്ള അത്തരത്തിലുള്ള വൊക്കാബുലറിയിലേക്ക് കുട്ടികൾ എത്തിയിട്ടില്ല അല്ലെ. ഒരു 6 ഇയേഴ്സ് വരെ എന്നതാണ് നമ്മൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആലോചിക്കുന്നത് അവര് വളരെ വലിയ കാര്യങ്ങളൊക്കെ എടുത്ത് പറയോ? വലിയ കാര്യങ്ങൾ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന കുട്ടികളാണ്. ഇല്ല. നോ മാം. 6 ഇയേഴ്സ് കഴിയുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ കുട്ടികൾ ആ ഒരു സമയം ആകുമ്പോഴേക്കും ഉപയോഗിച്ച് തുടങ്ങുന്നത്. എങ്ങനെയാണ് നമ്മുടെ സൈക്കോളജി തിയറിയില് ഡെവലപ്മെന്റ് തിയറീസിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഓരോരുത്തരുടെ കാറ്റഗറീസ് ഒക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഇന്റലക്ച്വൽ എബിലിറ്റീസ്, ഓരോരുത്തർക്കും ഇന്റലിജൻസ് എബിലിറ്റി വ്യത്യാസമായിരിക്കും. എല്ലാവരുടെയും ഒരേ ഇന്റലിജൻസ് ആയിരിക്കില്ല ഓരോ കുട്ടികൾക്കും. നമ്മൾ ഓരോരുത്തർക്കും എന്താണ് പലതരത്തിലുള്ള ഇന്റലിജൻസ് കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കുട്ടികള് 6 ഇയേഴ്സിൽ തന്നെ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ടായിരിക്കാം, നല്ല കാര്യങ്ങൾ. നമ്മള് ചില കുഞ്ഞുങ്ങള് എന്താണ് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന കണ്ടിട്ടില്ലേ? സംസ്കൃത ശ്ലോകങ്ങള് സംസ്കൃത ശ്ലോകം അതെന്താണ് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ. അവർക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യുന്നതിനും അത് ഓർമ്മശക്തിയോടുള്ള ഓർത്തെടുത്ത് പറയുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ എന്താണ് അവരുടെ ഇന്റലിജൻസ് വ്യത്യാസമുണ്ട് അല്ലെ. ബുദ്ധിപരമായിട്ട് നമ്മൾ എല്ലാവരും വ്യത്യാസങ്ങൾ ഇന്റലിജൻസ് കോഷന്റെ നമുക്ക് അതായത് ഐക്യു എന്നത് പലരുടെ ടൈപ്പിലാണ്. നമ്മൾ ഈ ലാസ്റ്റ് ഭാഗത്തോട്ട് പഠിക്കേണ്ടതാണ് ഐക്യു എന്നുള്ളതൊക്കെ കേട്ടോ. അതിനനുസരിച്ചിട്ട് ഓരോ കുട്ടികളിലും എന്താണ് അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലും എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലർക്ക് കുറെ സമയം എടുത്തായിരിക്കും പഠിക്കാൻ പറ്റുന്നത് അല്ലെ. നമുക്ക് ചില കുട്ടികളെ ഒരുപാട് പ്രാവശ്യം വായിക്കുന്നില്ലേ, കുറെ പ്രാവശ്യം വായിച്ചായിരിക്കും ഒന്ന് തലയിൽ തീർന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താണ് ഒരു വ്യത്യാസം ഉള്ളത്? എന്ത് വ്യത്യാസം കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അവരുടെ ഐക്യുവിന്റെ ലെവല് കുറവാകുന്നു. ഐക്യു ലെവൽ അല്ലെ, ഇന്റലിജൻസ് എബിലിറ്റി കുറവായിരിക്കാം. ചിലവർക്ക് എന്താണ് ജീനിയസ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ടാവാം, പിന്നെ എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ടാവും. അവർക്കൊക്കെ എന്താണ് ഐക്യു ലെവൽ അല്ലെ ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന ലെവല് വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ എന്താണ് കുട്ടികളിൽ ആ ഒരു ഗ്രാസ്പിംഗ് പവർ വരുന്നത്. അതേപോലെ തന്നെ ഇന്റലിജൻസ് പറയുമ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിൽ ഓരോരുത്തർക്ക് ഇന്റലിജൻസ് ഉണ്ടാവും. ഇപ്പൊ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഇല്ലാത്തവരുണ്ട്, അതായത് കണക്ക് കൂട്ടലുകൾ അല്ലെ, മാത്സുമായിട്ട് റിലേറ്റഡ്. ചിലർക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ മാത്സ് ഒട്ടും പറ്റാത്ത കുട്ടികളുണ്ടാവും. എന്തുകൊണ്ടാണത്? അവർക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഇല്ല, അത് ചെയ്യാനുള്ള ഇന്റലിജൻസ് ഇല്ല. ചിലർക്ക് നാച്ചുറൽ ഇന്റലിജൻസ് ആയിരിക്കും. നാച്ചുറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ഇന്റലിജൻസ് അങ്ങനെയുള്ളവരാണ് പിന്നീട് എന്തായി മാറുന്നത്?
സ്പിരിച്വൽ ആയിട്ടുള്ള രീതികളിലേക്ക് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കുട്ടികൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ നേച്ചുറൽ ഇന്റലിജൻസ് ആയിരിക്കും. ഇനി പിന്നെന്താണ് ബോഡി കൈനഷറ്റിക് ഇന്റലിജൻസ്. അതെന്തിനാണെന്ന് അറിയോ? ബോഡി കൈനഷറ്റിക് ഇന്റലിജൻസ് സ്പോർട്സ് താരങ്ങളെ കണ്ടിട്ടില്ലേ? സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് നമുക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് എബിലിറ്റി കൂടുതലായിരിക്കും. അതാണ് ബോഡി കൈനഷറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരു 9 ഇന്റലിജൻസ് ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാൻ നിൽക്കില്ല, പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ ഓരോ പേഴ്സണലും ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കും, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കും ഓരോ പേഴ്സൺസിനും. അപ്പൊ ചിലവരെ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലവര് ഇങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കും. അതായത് അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു എന്തുണ്ടായിരിക്കും? ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർ ഉള്ളിലുള്ള കാര്യങ്ങൾ ഉള്ളിലുള്ള ഇന്റർ ഇന്റലിജൻസ് എന്ന ആളെന്താണ് വിചാരിക്കുന്നത്, ആളെ നമുക്ക് എന്താണ് ആ പേഴ്സണെ നമുക്ക് അറിയാൻ സാധിക്കും, ആളെന്ത് വിചാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇൻട്രാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ ആ ഫീലിങ്സിനെ പറ്റിയോ മറ്റുള്ള ആറ്റിറ്റ്യൂഡ്സിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇതെല്ലാവരിലും ഉണ്ട് കേട്ടോ. നമുക്ക് ഇൻട്രാ പേഴ്സണൽ സ്കിൽസും ഉണ്ട്, ഇന്റർ പേഴ്സണൽ സ്കിൽസ് ഉള്ളവരാണ് നമ്മളെല്ലാവരും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, പലരും പല കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ഓക്കെ, അപ്പൊ അത് കണ്ടെത്തിയിരിക്കുന്നത് കുറെ സൈക്കോളജിസ്റ്റുകളാണ്, പല തിയറീസിലൂടെയാണ് നമുക്ക് അത്തരത്തിൽ നമ്മൾ ഓരോ വേരിയേഷൻസ് ഉണ്ടെന്നൊക്കെ പഠനങ്ങൾ സാധ്യമാക്കുന്നത് ഈ സൈക്കോളജി തിയറീസിലൂടെയാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി ഭാഗമാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയ തിയറി തന്നെയാണ്. ഒരുപാട് സ്റ്റേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന തിയറി. അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്? ചിൽഡ്രൻ ഇൻ ദ 3 to 6 year age group ഇങ്ങനെയാണ് talk and understand about things that they touch, see, hear or experience through their senses. They cannot understand or talk about abstract things such as honesty. ഞാൻ അവർക്ക് സത്യസന്ധമായി അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് സംസാരിക്കാൻ, അത്തരത്തിൽ അർത്ഥവത്തായ വാക്കുകൾ ചേർത്തുകൊണ്ട് സംസാരിക്കാൻ ഒന്നും ആ ഒരു സമയത്ത് കുട്ടികള് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, പല വേരിയേഷൻ അനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞെന്ന് വരാം. അതും പഠനങ്ങളിലൂടെ തെളിയിക്കുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്. അപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇന്റലിജൻസ് കപ്പാസിറ്റി ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് എന്താണ് കുട്ടികളിൽ പല വേരിയേഷൻസും കണ്ടെന്നുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അത് ഇനി മനസ്സിലായോ? നമുക്ക് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് വരേണ്ട കാര്യമാണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ ബേസിക് ആണ് പഠിക്കുന്നത്. വൈജ്ഞാനിക വികാസത്തിന് ബേസിക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. പഠിക്കുമ്പോൾ അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ കുട്ടികളെ ഈ 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഓർഡർ ഒരിക്കലും തെറ്റരുത്. എക്സാമിന് ഒരിക്കലും ഈ ഓർഡർ തെറ്റാൻ പാടില്ല. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണം. ആദ്യം സിംബോളിക് സ്റ്റേജ് കൊണ്ടുപോയി എഴുതി വെക്കരുത്. അങ്ങനെയല്ല, എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ആ ഓർഡറിൽ തന്നെ ആദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത് ഓരോ കുട്ടികളുടെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന വൈജ്ഞാനിക വികാസത്തിന്റെ ഓരോ സ്റ്റേജസ് ആണ്. കുട്ടികൾ എങ്ങനെ ഒരു പിക്ചറിനെ മനസ്സിലാക്കുന്നു, എങ്ങനെ ഒരു സിമ്പിള് കണ്ട് അത് തിരിച്ചറിയുന്നു, ഓക്കെ, എത്രത്തോളം ഒരു എന്താണ് അവരുടെ മനസ്സിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റേജസിൽ വരുന്നത്. യെസ്, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് പറയാൻ പറ്റുന്ന രീതിയിലൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു തരുമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ. അപ്പൊ എനാക്റ്റീവ് സ്റ്റേജ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ബാക്കിയുള്ള സ്റ്റേജസ് നമുക്ക് കിട്ടിക്കോളും. പേജ് നമ്പർ ഒന്ന് പറയാമോ? ഞാൻ ഇടയ്ക്ക് അറിയുന്നത് എനിക്ക് പേജ് കിട്ടിയില്ല. 50. പേജ് 15. ചാപ്റ്റർ യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കേട്ടോ. പേര് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിന് പ്രവർത്തന ഘട്ടം എന്ന് പറയും. പ്രവർത്തന ഘട്ടം. This stage is characterized by the child description of things and events in terms of suitable motor responses activities. In this stage, the child knows about the world only through the medium of observation.
not through the word or images. For example, the infant understands his environment by touching, biting, and grasping. എന്താണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും കുട്ടികൾ ആ സ്റ്റേജിൽ വരുന്നത്? മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. എന്താണ് മോട്ടോർ റെസ്പോൺസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? നടക്കുന്നത്. അതായത് അവരുടെ അനുയോജ്യമായിട്ടുള്ള അടിസ്ഥാനമായിട്ട് കുട്ടികൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, അവരുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്തിൽ വരുന്നത്? പ്രവർത്തന ഘട്ടത്തിൽ വരുന്നത് അല്ലെ. അതായത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് കുട്ടി തന്റെ ലോകത്തെ അറിയുന്നത് എങ്ങനെയുടെ ഏതൊക്കെ രീതിയിലാണ് കുട്ടി അറിയുന്നത്? ഏതൊക്കെ രീതിയിലാണ് ഘട്ടത്തിൽ കുട്ടി ലോകത്തെ അറിയുന്നത്? വാക്കുകളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ ആണോ? ആണോ? നോ അല്ലെ, അല്ല. ഈ ഒരു സമയത്ത് the child knows the world only through the medium of operation, not through the words or images. ഇമാജസിലൂടെ അല്ല കേട്ടോ. ആദ്യത്തെ ഘട്ടത്തിൽ കുട്ടി ഇമാജസിലല്ല അറിയുന്നത്. എങ്ങനെയാണ് കുട്ടികൾ അറിയുന്നത്? Infant understand his environment by touching, ഫീൽ ചെയ്തുകൊണ്ടാണ് അറിയുന്നത് അല്ലെ. ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റിമുലസ് റിഫ്ലക്ഷൻ ആക്ഷൻസിലൂടെയാണ് എന്റെ കുട്ടി ആദ്യത്തെ സ്റ്റേജിൽ കുട്ടിയിൽ എന്തുണ്ടാവുന്നത്? വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് കുട്ടി ടച്ച് ചെയ്യുന്നതിലൂടെ, ബൈറ്റ് ചെയ്യുന്നതിലൂടെ, ഗ്രാസ്പ് ചെയ്യുന്നതിലൂടെയാണ് കുട്ടിയിൽ എന്ത് നടക്കുന്നത്? പ്രവർത്തനം. അതാണ് പ്രവർത്തന ഘട്ടം എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ. നടക്കുകയാണ് ബോഡിയിൽ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ വാക്കുകളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ അല്ല കുട്ടി തിരിച്ചറിയുന്നത്. പ്രവർത്തന മാധ്യമത്തിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെ, അല്ലെങ്കിൽ ടച്ചിങ്, ബൈറ്റിംഗ്, ഗ്രാസ്പിംഗ് എന്നീ പ്രവർത്തനത്തിലൂടെയാണ് കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആദ്യ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. ആ സ്റ്റേജ് ആണ് എന്ത്? ഇനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ഓക്കെ മാം. അപ്പൊ ഐക്കോണിക് സ്റ്റേജ് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഐക്കോണിക് സ്റ്റേജ് ഇമേജസിലൂടെ കണ്ടുകൊണ്ടിട്ടുള്ള ഇമേജസിലൂടെ, ട്രൂ ഇമേജസ് അല്ലെ. സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ child description of things and events in terms of audio visual images. അവിടെ ഇമേജസ് മാത്രമല്ല ഓഡിയോ വിഷ്വൽ വരുന്നുണ്ട് അല്ലെ. ഓഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിലൂടെ എന്താണ് കുട്ടി ഇപ്പൊ കോഴി, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, കോഴി കൂകുന്നത് കുഞ്ഞ് കേൾക്കുകയാണ് അല്ലെ. അതും കേട്ടിട്ടുണ്ട്. പിന്നീട് എന്താണ്? കോഴിയുടെ ശബ്ദം കുട്ടി മനസ്സിലാക്കുന്നു. പിന്നീട് അത് കേൾക്കുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവാണത് കോഴിയാണ് കൂവുന്നത്. ആ ശബ്ദത്തിലൂടെ അത് ആരാണ് കൂവുന്നത് കുട്ടി തിരിച്ചറിയാണ് അല്ലെ. തിരിച്ചറിയില്ലേ കോഴി കൂവുമ്പോ? അപ്പൊ കുട്ടിക്ക് മനസ്സിലാവുന്നു അവിടെ കൂകുന്നത് കോഴിയാണെന്ന്. ആ ശബ്ദം കേട്ടു അവിടെ കോഴി കൂകുന്നുണ്ടെന്ന് കുഞ്ഞ് തിരിച്ചറിയുന്ന ഘട്ടമാണ് ഐക്കോണിക് സ്റ്റേജ്. അപ്പൊ ആ സമയത്ത് കുട്ടിയുടെ മനസ്സിൽ എന്ത് വരുന്നുണ്ട്? ആ കോഴിയുടെ മെന്റൽ പിക്ചർ വരും. നമ്മൾ നേരത്തെ ആനയുടെ കാര്യം പറഞ്ഞില്ലേ? ആന എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ആന ചിഹ്നം പിടിച്ചാലും കുഞ്ഞിന് ചിലപ്പോ ഒരുവിധം സമയമാകുന്നു. കേട്ട് പരിചയമുള്ള സമയമാണെങ്കിൽ എന്താണ് കുട്ടിയിൽ അത് ആ പിക്ചർ ഉൾക്കൊള്ളയാണ് കുട്ടി. അപ്പൊ കോഴി കൂവുന്നത് കോഴിയാണെന്ന് കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ആണ്. ആ മെന്റൽ പിക്ചർ കുട്ടിയുടെ മനസ്സിൽ വരുന്നതാണ് ഐക്കോണിക് സ്റ്റേജ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, എക്സാമ്പിളോടെ പറഞ്ഞതാണ്. ഓക്കെ. Yes, in this stage information is gained by imagery. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടി ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇമാജസിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ്. ആ ഇമാജസ് പിക്ചർ മനസ്സിലാക്കിക്കൊണ്ടാണ് കുട്ടി അത് കോഴിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. And the child is prisoner of his affective world. എന്താണ്? And child is prisoner of his affective world എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? കുട്ടികള് അവരുടേതായ ലോകത്ത് ഒരു തടവുകാരനെ പോലെ ആയിരിക്കും. തടവുകാരനെ പോലെയാണെന്നാണോ പറയുന്നത്? എന്തായിരിക്കും അവിടെ ഒരു മീൻ ചെയ്യുന്നത്? ഒന്ന് കണ്ടെത്തിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് പറയാമോ? അപ്പൊ സിംബോളിക് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ഒന്നുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ എനാക്റ്റീവ് സ്റ്റേജ് എന്താണെന്ന് മനസ്സിലായില്ല? ആദ്യത്തെ ഘട്ടം ഏതാണെന്ന്
ക്ലിയർ ആണോ അത് എല്ലാവർക്കും? Yes, ma'am. യെസ്, ഓക്കെ. യെസ് മാം. അപ്പൊ ബാക്കി ഐക്കോണിക്കും സിംബോളിക് സ്റ്റേജും ഒന്ന് കണ്ടെത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കണം. ക്ലാസ് എടുത്തൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. നിങ്ങൾ ആദ്യം എന്താന്ന് പഠിക്കുക, എന്നിട്ടൊന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ആരാന്ന് വെച്ചാൽ എല്ലാവർക്കും അവസരം വേണമെങ്കിൽ എല്ലാവർക്കും പറയാം, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 പേരെങ്കിലും അത് എന്താണെന്ന് പറയാം കേട്ടോ. ഓക്കെ, റെഡിയാണോ? ഓക്കെ മാം. ഓക്കെ. റെഡിയാണ് മാം. ചാപ്റ്റർ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പോകുമെങ്കിലും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Ma'am. Okay. മാം. ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മാക്സിമം ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഐക്കോണിക് സ്റ്റേജിനും സിംബോളിക് സ്റ്റേജിനും നിങ്ങൾക്ക് ഒരു ഉദാഹരണം കണ്ടെത്താൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ ഇവിടെ ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ ബാക്കി സ്റ്റുഡൻസിന് കുറച്ചുകൂടി അത് എളുപ്പമായിരിക്കും. ഓക്കെ, യെസ്. ക്ലാസ്സിൽ കുറച്ച് പിള്ളേരുള്ളതുകൊണ്ട് വളരെ കുറച്ചൊരു ശോകത്തിൽ അല്ലെങ്കിൽ ബോറിലാണെന്ന് ക്ലാസ് പോകുന്നത് അല്ലേ? അധികം ആരും സംസാരിക്കുന്നില്ല, കുറച്ച് പേര് സംസാരിച്ചു. പിന്നെ ചെറിയൊരു മടിയുണ്ട്. 2 കൂട്ടർക്കും ഉണ്ടല്ലേ, ടീച്ചർക്കും ഉണ്ടാ മടി, കുട്ടികൾക്കും ഉണ്ടാ മടി. മാം, ഒരു കുട്ടിക്ക് 92% IQ ഉണ്ട്, ബട്ട് അവർക്ക് SLDയുടെ പ്രോബ്ലം ഉണ്ട്. അതെന്താ വരുന്നേ? എന്താണ് 92% IQ ഉണ്ട്, SLDയുടെ പ്രോബ്ലം ഉണ്ട്. ഐ മീൻസ് അവര് എഴുതുമ്പോഴൊക്കെ ABCD ഒക്കെ എഴുതുകയാണെങ്കിൽ ഡിയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ, അങ്ങനത്തെ ഇച്ചിരി പ്രോബ്ലംസും കാര്യങ്ങളും. അതെങ്ങനെയാ വരുന്നേ? അത് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. കുട്ടികൾ എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ വേർഡ്സ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ, ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനോ അതിലേക്ക് ചിലപ്പോ ആ ഒരു മൂവ്മെന്റ്സ് ശരിയാവുന്നുണ്ടാവില്ല. കയ്യില് നമ്മുടെ മസിൽസ് ഇല്ലേ, ചിലപ്പോ ചില ലെറ്റേഴ്സ് കുട്ടികൾ, അതങ്ങനെയുണ്ട് പല സ്കൂളുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പല കുട്ടികളിലും ലെറ്റേഴ്സ് വളരെ വൈബ്രന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി എന്താണ്, ലെറ്റേഴ്സ് കൃത്യമായിട്ട് എഴുതാനോ അത് നമുക്ക് അവർക്ക് എഴുതാൻ പറ്റും, പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അവർക്ക് ഇന്നക്ഷരം, ഇപ്പൊ ഡി ആണെങ്കിൽ ഡീന്ന് എഴുതാൻ അറിയാം, പക്ഷെ ഡി എഴുതുന്ന പോലെ ആയിരിക്കില്ല അവിടെ വരുന്നത്. കുട്ടിക്ക് പറ്റുന്നില്ല. അതൊരു ശരിക്കും സൈക്കോളജിക്കൽ ഡിസോർഡർ ആണത്. ചിലപ്പോൾ അത് ട്രൈ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ മാറ്റാൻ പറ്റും. പക്ഷെ അങ്ങനെ പല കുട്ടികളും നമ്മൾ അങ്ങനെ പഠനങ്ങളിലും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സെന്റൻസ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും ആ പ്രൊണൗൺസിയേഷനിലായിരിക്കില്ല ആ കുട്ടി പറയുന്നത്. അപ്പൊ വളരെ ഐക്യമുള്ള കുട്ടി ആയിരിക്കാം. എന്റെ മോൾക്കാണ്, അവൾക്ക് ഞാൻ എഴുതുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവള് ബിയും ഡിയും തിരിച്ചിടുക. അപ്പൊ ഞാനിത് ഇങ്ങനെ വാച്ച് ചെയ്ത് പോയപ്പോ ഞാൻ ജസ്റ്റ് അവളൊന്ന് കൗൺസിലിംഗ് കൊണ്ടുപോയി, ഡോക്ടറേറ്റ് കാണിച്ചു വിട്ടു, സൈക്കോളജിസ്റ്റും കാണിച്ചിട്ട്. അപ്പൊ ഡോക്ടർ ഒന്ന് അവളെ കൗൺസിൽ ചെയ്തു. അപ്പൊ കൗൺസിൽ ചെയ്തപ്പോ IQ ലെവലൊക്കെ 92 ഹൈ ലെവലാണ്, 90ന്റെ മുകളിൽ പോയ ഹൈ ലെവലാണല്ലോ, എല്ലാം ഹൈ ലെവലാണ്. ബട്ട് ഇത് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോ ഡോക്ടർ അതൊരു SLDയുടെ ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഇതിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസ് കൊടുക്കുക, എഴുതിയും വാക്കുകൾ കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് കൊടുക്കുക. എഴുതാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അപ്പൊ ചിലപ്പോ സമയം എടുക്കും, ചിലപ്പോ സമയം എടുക്കും. ഇപ്പൊ അവള് 8 ഇപ്പോഴും ഇച്ചിരി മാറും, എന്നിട്ട് അവൾക്ക് തന്നെ തോന്നും അത് തെറ്റാണെന്ന് അറിയുമ്പോ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ബട്ട് എന്നാലും അവര് എഴുതി പോകുമ്പോ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ എത്രയാ പറഞ്ഞ IQ? എത്രയാ പറഞ്ഞ? 90 92 ആണ്, അതിന്റെ എബോ ഉണ്ട്. ഡോക്ടർ പറഞ്ഞ IQ ലെവലൊക്കെ ഹൈ ലെവലാണ്, അതുകൊണ്ട് ഇനി പേടിക്കേ വേണ്ട, അതൊന്നുമില്ല. ഓവറേജ് ആണ്. ഇപ്പൊ 140 ആണ് ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള കുട്ടികൾ. IQ ലെവല് 140 ഉള്ളവരാണ് ജീനിയസ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അതേപോലെ തന്നെ വെരി സുപ്പീരിയർ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇതിൽ നിൽക്കുന്നത് 120, 139 ഉള്ള കുട്ടികള്. പിന്നെ 110, 119 ആയിരിക്കും സുപ്പീരിയർ വരുന്നത്. 90 to 909 ആണ് ആവറേജ് IQ വരുന്ന കുട്ടികൾ. ഇനി 80 മുതൽ 89 വരുന്നതാണ് ഡൾ ആയിട്ടുള്ള കുട്ടികൾ, അതായത് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തവര്. പിന്നെ 70, 79 ആയിരിക്കും ബോർഡർ ലൈൻ നിൽക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ നിൽക്കുന്നത് ഏതിലായിരിക്കും എന്നറിയോ? നമ്മൾ ഏത് കാറ്റഗറിയിലായിരിക്കും എന്നറിയാമോ? ഇല്ല മാം. നമ്മള് 92 അല്ലെങ്കിൽ 109 വരെ, 90 മുതൽ 109 വരെയുള്ള ഒരു ആവറേജിലുള്ള ആയിരിക്കും നമ്മൾ മിക്കവരുടെ IQs വരുന്നത്. വ്യത്യസ്തമായിരിക്കാമെങ്കിൽ പിന്നെ നമ്മളുടെ EDX അല്ലെങ്കിൽ തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള ആൾക്കാരുടെ IQ എത്രയായിരിക്കും എന്നറിയാവോ? EDXന്റെ IQ, EDX
ബിലോ 25 ആയിരിക്കും, 25 താഴെ ആയിരിക്കുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ അവർക്ക് അവരുടെ ബുദ്ധിപരമായിട്ട് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ? IQ 25 താഴെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ മന്ദബുദ്ധികളായിട്ടുള്ള കുഞ്ഞുങ്ങള് അവരുടെ IQ എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. വളരെ കുറവായിരിക്കും അല്ലെ? യെസ്. മാം ഈ IQ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മെന്റൽ ഏജ് ബൈ നമുക്കൊരു മാനസിക വയസ്സ് ഇൻറ്റു കാലിക വയസ്സ് ബൈ 100. അതായത് നമ്മുടെ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ ഏജ് അറിയാമോ? നോ മാം. മെന്റൽ ഏജ് ഇൻറ്റു ക്രോണോളജിക്കൽ ഏജ് ബൈ 100. അങ്ങനെയാണ് നമ്മൾ IQ കാണുന്ന ഡെഫിനിഷൻ. IQ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ IQന്റെ ഭാഗം വരുന്ന സമയത്ത് ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. MA by CA into 100. അങ്ങനെയാണ് നമ്മൾ IQ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഇതൊക്കെ പഠിക്കാൻ വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് പറയാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? Yes, ma'am. Yes. Good morning, Adira ma'am, and my dear friends. First of all, I am taking this opportunity to thank Adira ma'am for this wonderful class for us. And today's prayer, thought, sign-in are very good. Thank you, dears. I think all of them understand the class very well. Today we discuss about the 4th chapter, cognitive development. From this we know what is cognitive development and how it is developed in our children, and what are the changes or developments in what is happen in this stage with simple examples, and also take first stage of cognitive development. And I hope all of them will understand the portions very well. So I am winding up this class with a thought by Dr. APJ Abdul Kalam. If you want to shine like a sun, first burn like a sun. Once again, thanks to Adira ma'am. And this is signing by Lindsay, and have a nice day. Okay, Lindsay, thank you. Thank you so much. Have a nice day. Thank you, ma'am. Thank you, ma'am.